ഹായ് ഗൈസ്, ഇന്ന് പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ലീവായിരുന്നു. അപ്പോൾ വീട്ടിലിങ്ങനെ ഇരുന്ന അവസരത്തിൽ വൈഫും പേരക്കുട്ടികളും മരുമകളും ഒക്കെ പറഞ്ഞ് നമുക്ക് ഇന്ന് കൊണ്ടാട്ടം, ചുണ്ടങ്ങ കൊണ്ടാട്ടം ഉണ്ടാക്കിയല്ലോ എന്ന്. അങ്ങനെ ആ ഒരു തീരുമാനത്തിലെത്തി ഞങ്ങൾ. അങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാട്ടം തേടി പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾ കുറച്ച് ലോങ് ആണ്, 7 മിനിറ്റോളം ഉണ്ട്. അതൊന്ന് ശ്രദ്ധയോടുകൂടി ഈ കൊണ്ടാട്ടം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊന്ന് കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചുണ്ടങ്ങ പറിക്കുന്നത് മുതൽ അതിൻ്റെ മുഴുവൻ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് കൊണ്ടാട്ടം വറക്കുന്നത് വരെ ഉള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. കൊണ്ടാട്ടം നമുക്കറിയാം, ചോറ് കൊണ്ടും കപ്പ കൊണ്ടും പച്ചക്കറികൾ കൊണ്ടും അങ്ങനെയുള്ള നമുക്ക് പച്ചക്കറിയുടെ തൊലി അങ്ങനെയുള്ള പല സാധനങ്ങൾ കൊണ്ട് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. വേനൽക്കാലത്ത് ഉണ്ടാക്കി നമുക്ക് വർഷക്കാലത്ത് മഴ പെയ്യുന്ന സമയത്തൊക്കെ നമുക്കത് വറുത്ത് കുറേ കാലം ഇത് സൂക്ഷിച്ചു വെക്കാനൊക്കെ സാധിക്കുന്ന ഒരു സാധനമാണ്. ചുണ്ടങ്ങ എന്ന് പറയുമ്പോൾ നല്ല വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള, ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ഘടകങ്ങളുള്ള, നല്ല ഒരു വിഷമൊന്നും ഏൽക്കാതെ കാടുകളിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ എല്ലാവരും സുലഭമായിട്ട് കിട്ടാനൊന്നുമില്ല. പല സ്ഥലങ്ങളിലും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളുടെ ഏരിയയിലൊക്കെ വളരെ കുറവാണ്. കാരണം പറമ്പിലല്ലാതെ വെട്ടിക്കളയും, വേരോടെ കളയുന്നതുകൊണ്ട് പിന്നീട് അത് ഉൽപ്പാദനമില്ലാത്തൊരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഞങ്ങളെ വീടിൻ്റെ ബൗണ്ടറിയിൽ എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് ചെറിയ കാടൊക്കെ ഉണ്ട്. അവിടെ ഉണ്ടാകുമെന്ന ലക്ഷ്യത്തോടു കൂടി പോവുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ചുണ്ടങ്ങ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് കുറേ ചുണ്ടങ്ങ കിട്ടി, പറമ്പിൻ്റെ ബൗണ്ടറിയിൽ നിന്നൊക്കെ കിട്ടി. അത് ഇനി നമുക്ക് പറിച്ചെടുത്തു. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം ഇല്ലാത്ത രൂപത്തിൽ അതിനെ ഓട്ടമുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളമൊക്കെ കളഞ്ഞ് അടിപൊളിയാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് പുഴുങ്ങിയെടുക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. വേവിച്ച് ഉടയാൻ പാടില്ല. നമ്മുടെ ചോറൊക്കെ വേവുന്ന രൂപത്തിലേക്ക് ഇങ്ങനെ ഞെങ്ങുന്ന ഒരു രൂപത്തിലേക്ക് ആവുമ്പോൾ നമ്മളത് എടുക്കണം. ഇപ്പോൾ ആ രൂപത്തിലേക്ക് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് അത് വെന്തിട്ടുണ്ട്. ആ വെന്തത് നമുക്കിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഞെക്കി നോക്കിയാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് ഊറ്റി വെള്ളമൊക്കെ കളഞ്ഞെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഓട്ടപാത്രം വെച്ച് അതിലേക്ക് ഊറ്റി വെള്ളം കളഞ്ഞ് 100% വെള്ളം നമ്മൾ കളഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമ്മളത് ഉണ്ട പിടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഉണ്ടൊക്കെ പിടിക്കുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിലേക്ക് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ വെള്ളം കളഞ്ഞ് അടിപൊളിയാക്കി ഊറ്റി കളഞ്ഞ് എടുക്കുക. ഞാനിതിൽ വോയിസ് ഇടാനായ കാരണം എന്താണെന്നറിയോ, വൈഫിനൊക്കെ മടിയായതുകൊണ്ടാണ്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് കടലമാവ് അങ്ങനെയുള്ള മാവുകളൊക്കെ എടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അരിയാണ്. കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് അരി, ഇപ്പോൾ 1 കിലോ ചുണ്ടങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് അരി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. വറക്കുമ്പോൾ അതിങ്ങനെ പൊരിഞ്ഞ് നല്ല എന്താ പറയുക, സോഫ്റ്റായി കിട്ടും. അത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായി പൊടിച്ചെടുത്ത് അത് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. നമുക്കത് ഷേപ്പിലൊക്കെ കിട്ടാനും ഒക്കെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കടലമാവാം, അല്ലെങ്കിൽ നമുക്ക് ചോറാവാം. അതിനുശേഷം നമ്മൾ ചുണ്ടങ്ങ എല്ലാം മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. നന്നായിട്ട് വെണ്ണ പോലെ ആവരുത്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് വെറും ചുണ്ടങ്ങ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് ഈ ഒരു ചേരുവകളൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കാന്താരി ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റായി. അതുപോലെ ചെറിയ ജീരകം, പാകത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് വേണ്ട എല്ലാം ഇതിൽ ചേർക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. ഇത്ര സാധനം ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പൊക്കെ പാകത്തിന് ഇടുക. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക.
ഇനി കുറച്ച് അരവ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കൊണ്ടാട്ടത്തിലേക്ക്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ചുണ്ടങ്ങ പേസ്റ്റിലേക്ക് ഇപ്പോൾ അരച്ച് എടുത്തിട്ടുള്ള ഈ പേസ്റ്റും കൂടി ചേർത്ത് അതിലേക്ക് അരിപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കുക. അത് ചേർത്ത് നന്നായിട്ട് മിക്സാക്കുക. എല്ലായിടത്തും മിക്സാവുന്ന രൂപത്തിലേക്ക് അതിനെ നല്ല രൂപത്തിൽ മിക്സാക്കുക. ഇത് അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മളെ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് ബോൾ രൂപത്തിലോ ഗോട്ടി രൂപത്തിലോ അല്ല പരന്ന രൂപത്തിലോ നമ്മൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട രൂപം ആ രൂപത്തിലേക്ക് നമുക്കതിനെ ഷേപ്പാക്കി എടുക്കുക. അങ്ങനെ അതെല്ലാം ഷേപ്പാക്കി നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ല വെയിലുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ നമുക്ക് ഡ്രയറൊക്കെ അവൈലബിൾ ആണ്, നല്ല ഡ്രയറിൽ വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. നമ്മൾ വെയിലാണ് ഉപയോഗിക്കുന്നത്, വെയിലത്ത് വെച്ച് അടിപൊളിയായിട്ട് ഉണക്കിയെടുക്കണം. ഒരു 3 ദിവസമെങ്കിലും വേണം. ഒരു 100% ഈർപ്പം അതിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ നമുക്കത് സ്റ്റോക്ക് ചെയ്യാൻ കഴിയില്ല. അന്നത്തെ ആവശ്യമാണെങ്കിൽ കുറച്ച് ഉണക്കം കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ നന്നായിട്ട് അതിൽ നിന്ന് ഈർപ്പം പോകണം. ഇപ്പം നമ്മുടെ കൊണ്ടാട്ടെല്ലാം റെഡി ആയി കഴിഞ്ഞു, ഉണങ്ങിക്കഴിഞ്ഞു. ഇതാ നമ്മൾ വറുത്ത് കഴിക്കാൻ പോവാണ്. സൂപ്പറായിരിക്കും. ഒരു പ്ലേറ്റ് ചോറ് ഉണ്ണാൻ നമുക്ക് ഒരൊറ്റ കൊണ്ടാട്ടേ വേണ്ടു. അത് കൂടാതെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള സാധനമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മളെ മുത്തശ്ശിമാരൊക്കെ ഒരുപാട് ഉണ്ടാക്കുമായിരുന്നു. ഒരു വേനലായാലും അവർക്ക് തന്നെയായിരുന്നു പണി. പല സാധനങ്ങൾ കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കി വർഷക്കാലം വരുമ്പോൾ സ്റ്റോക്ക് ചെയ്യായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടാനില്ല, പിന്നെ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള പ്രയാസം കൊണ്ട് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനൊക്കെ കുറച്ച് സമയം കണ്ടെത്തിയാൽ നമുക്ക് ഒരു ടൈം പാസ്റ്റാണ്. കൂടാതെ വിഷമൊന്നും ഇല്ലാത്ത സാധനം, ചുണ്ടങ്ങിക്കൊന്നും നമ്മൾ വിഷമിട്ടൊന്നുമല്ല ഉണ്ടാക്കുക, ഫോറസ്റ്റിൽ ഉണ്ടാകുന്ന സാധനമാണ്. നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ്. ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഉണ്ടാക്കുക, കഴിക്കുക, അടിപൊളി. ഇത് കുറച്ച് ലോങ് ആണ്, എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.